സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിവിടെ റോഷൻ. ട്രെയിലർ കണ്ടവരുടെ മൊത്തം കളക്ഷൻ എടുക്കുമ്പോൾ GTA 6 തന്നെ തൂക്കിക്കൊണ്ട് ബ്രാൻഡ് ന്യൂയുടെ ട്രെയിലർ ഇപ്പോൾ ടോപ്പിൽ വേൾഡിൽ തന്നെ ടോപ്പിൽ എന്ന് കയറി കൊടുത്തിരിക്കുകയാണ്. ദ മോസ്റ്റ് വാച്ച്ഡ് ട്രെയിലർ ഇൻ ദ എൻ്റയർ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പട്ടം ഇപ്പോൾ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂടേക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനി ഈ ഒരു പട്ടം എത്ര നാൾ ഉണ്ടാവും എന്നുള്ള കാര്യം അവഞ്ചേഴ്സ് ഡൂംസ്ഡേ പടത്തിന്റെ ട്രെയിലർ ഇറങ്ങുമ്പോഴേക്കും നമുക്ക് അറിയാനായിട്ട് പറ്റും. സോ ഇത്രയധികം ആളുകളിലേക്ക് ഈ ഒരു ട്രെയിലർ എത്തിയെന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ എത്രയധികം കോൺസ്പിറസി തിയറികൾ ഈ ഒരു ട്രെയിലറിനെ ചുറ്റിപ്പറ്റി വന്നേക്കും എന്നുള്ളൊരു കാര്യത്തെ പറ്റി. സോ അത്തരത്തിലെ ആളുകൾ വടച്ചുണ്ടാക്കുന്ന മെയിൻ തിയറികളിൽ ഒന്നാണ് ഈ ഒരു പടത്തിൽ സ്പൈഡർമാനോടൊപ്പം തന്നെ ഡെയർ ഡെവിളും വരും എന്നുള്ളൊരു കാര്യം. ആൻഡ് അതിനെ സാധൂകരിക്കുന്ന വണ്ണം ആ ഒരു ട്രെയിലറിന്റെ അവസാനം എല്ലാവരും കൂടെ റിപ്പീറ്റ് അടിച്ചുകൊണ്ട് ആ ഒരു പോർഷൻ ഇല്ലേ, ഹാൻഡിന്റെ കിഴി വരുന്ന ഒരു നിഞ്ച ഗ്രൂപ്പിന്റെ അടുത്തോട്ട് സ്പൈഡർമാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ ഞാനെന്ന് പറയുന്ന കൂട്ടി ചാടി വരുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ്. എന്നാൽ അതിനെ തൊട്ട് താഴെയായിട്ട് ഒരുപാട് സ്പേസ് വെറുതെ കിടക്കുന്ന പോലെ കാണാം. ആ സ്പേസ് അങ്ങനെ ചുമ്മാ വെറുതെ കിടക്കുന്നതാണോ അതോ അവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ, സോണി മനഃപൂർവ്വം മാച്ച് കളഞ്ഞതാണോ എന്നുള്ള കുറച്ച് സംശയങ്ങളും പരിപാടികളൊക്കെ ഇതിനോടകം ഒരുപാട് പേരുടെ മൈൻഡിൽ വന്നിട്ടുണ്ടാവും. സോ അതിനെപ്പറ്റി തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, ആ ഒരു സ്പേസിൽ ഡെയർ ഡെവിൾ വരുമോ ഇല്ലേ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇന്നലെ റിലീസ് ആയിരുന്നു. അതിനെക്കുറിച്ച് ഒരു രണ്ട് വാക്ക് പറയേണ്ട ആവശ്യമുണ്ട്. നൈസായിട്ട് അവർ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഡെയർ ഡെവിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിന്റെ എസൻസ് കൃത്യമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് അവർ ആ ഒരു സീരീസ് എടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ സീസൺ 2 എനിക്ക് തോന്നുന്നത്. സീസൺ 1 തന്നെ അത് ഏകദേശം കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. സീസൺ 2 ഒരു ആദ്യത്തെ എപ്പിസോഡ് നോക്കിയാലും കൂടുതൽ ആക്ഷൻ സീക്വൻസുകളൊക്കെ കൂടുതൽ കുറച്ചുകൂടെ ആ ഒരു പൊളിറ്റിക്കൽ സൈഡ്, ന്യൂയോർക്ക് സിറ്റിയിൽ ഇപ്പോൾ മേയറായിട്ട് പുതിയ നമ്മുടെ കിങ് പിനൊക്കെ വന്നായിരുന്നല്ലോ, അപ്പോൾ പുള്ളിക്കാരൻ്റെ ആ ഒരു പൊളിറ്റിക്കൽ സൈഡ് പരിപാടികളാണ് കൂടുതൽ ഇതിൽ എക്സ്പോസ് ചെയ്യാനായിട്ട് നോക്കുന്നത്. ആൻഡ് ഇറ്റ്സ് വർക്ക്സ് എന്ന് തന്നെ പറയേണ്ടി വരും. കിങ് പിൻ ആ ഒരു വേൾഡിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അത് മൊത്തം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിനെ തന്നെ ഏതൊരു രീതിയിൽ മാറ്റുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു വേൾഡ് ബിൽഡിംഗ് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. ഈ എടുത്തിറങ്ങുന്ന മാർവൽ സിനിമകളിൽ ഈ ഒരു വേൾഡ് ബിൽഡിംഗ് ആണ് മെയിനായിട്ട് മിസ്സാവുന്നത്. സോ ഇറ്റ്സ് എ ഗുഡ് സ്റ്റാർട്ട്. എന്തായാലും സീരീസിന്റെ ആദ്യത്തെ ഒരു എപ്പിസോഡ് കണ്ടതിന് ശേഷം ഒരു റിവ്യൂ എന്നുള്ള രീതിക്ക് ഇടുന്നില്ല. മൊത്തത്തിൽ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒരു അഭിപ്രായം പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. സോ മുഴുവൻ ഇറങ്ങട്ടെ. ബോൺ അഗെയിൻ സീരീസിനെ പറ്റി ഞാനിവിടെ ഇത്രയും പറയാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡ് ന്യൂ ഡേയിൽ നടക്കുന്ന ഇവന്റ്സിന് തൊട്ട് മുമ്പായിട്ട് നടക്കുന്ന രീതിയിലാണ് ഈ ഒരു ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾ ബ്രാൻഡ് ന്യൂ ഡേ കാണാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു സീരീസ് മിസ്സാക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ബ്രാൻഡ് ന്യൂ ഡേയുടെ ആ ഒരു ട്രെയിലറിൽ തന്നെ നിങ്ങൾ കണ്ടു കാണും സ്പൈഡർമാന് ആ ഒരു കീ ഓഫ് ദ സിറ്റി കൊടുക്കുന്ന ഒരു സീക്വൻസ്. ബട്ട് ഇപ്പോഴത്തെ ഈ ഒരു ഡെയർ ഡെവിൾ ബോൺ അഗെയിലെ അവസ്ഥ വെച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ ഒരു സീക്വൻസ് ഒരു കാലത്ത് നടക്കാനായിട്ട് ചാൻസ് ഇല്ല. കാരണം ഈ ഒരു ബോൺ അഗെയിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കിങ് പിൻ എത്രമാത്രം ഈ ഒരു സ്ട്രീറ്റ് ലെവൽ ഹീറോസ് അല്ലെങ്കിൽ ഒരു വിജിലാൻറ്റീസിനെ വെറുക്കുന്നു എന്നുള്ളൊരു കാര്യം. കിട്ടുന്ന ആപ്പിലെല്ലാം കയറി അടിക്കുന്ന രീതിയിൽ എവിടെ എന്ത് പ്രശ്നം ഉണ്ടായോ എല്ലാം വിജിലാൻറ്റീസിന്റെ തലയിൽ ഇടുന്ന ഒരു കൂട്ടാണ് പുള്ളിക്കാരൻ. സോ അങ്ങനെ വിജിലാൻറ്റീസിനെ കണ്ട ചതുർത്ഥിയാണ് എന്നുള്ളൊരു മട്ടി നിൽക്കുന്ന ഒരാൾ ഭരിക്കുന്ന ഒരു സിറ്റിയിൽ വെച്ചിട്ട് കീ ഓഫ് ദ ടൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അംഗീകാരം സ്പൈഡർമാനെ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ്റെ എൻഡിൽ എന്തായാലും കിങ് പിൻ ഇറങ്ങാനായിട്ട് ചാൻസ് ഉണ്ട്, നല്ല രീതിക്ക് അടി വാങ്ങാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അതിന് ശേഷമായിരിക്കണം ഈ ഒരു സ്പൈഡർമാന് ഈ ഒരു കീ ഓഫ് ദ സിറ്റി ഒക്കെ കിട്ടുന്നത്. അവിടെ തന്നെ ഡെയർ ഡെവിൾ ബോൺ അഗെയിനും സ്പൈഡർമാൻ ബ്രാൻഡുടെയും നല്ല രീതിക്ക് ഒരു കണക്ഷൻ വെച്ച് പുലർത്തുന്നുണ്ട്. സോ ഒബ്വിയസ്ലി ആ ഒരു ക്യാരക്ടർ ഡെയർ ഡെവിൾ എന്തായാലും സ്പൈഡർമാൻ ബ്രാൻഡുടയിൽ വരാനുള്ള ചാൻസസ് ഇത് ഉയർത്തുവാണ്. പക്ഷേ ട്രെയിലറിൽ നിന്ന് ഇവർ ആ ഒരു ഡെയർ ഡെവിൾ അവിടെ ഉണ്ടെങ്കിൽ ഡെയർ ഡെവിളിനെ മാച്ച് കളഞ്ഞതിൻ്റെ ആ ഒരു ഔചിത്യം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ട്രെയിലർ മൊത്തത്തിൽ നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഡെയർ ഡെവിൾ ഉണ്ട് എന്നുള്ള രീതിക്ക് എവിടെയും ടീസ് ചെയ്യുന്നില്ല. സോ അങ്ങനെ വെച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറിനെ എൻഡിങ്ങിൽ പെട്ടെന്ന് റാൻഡമായിട്ട് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. മാത്രമല്ല ഇവർക്ക് പുതിയൊരു പരിപാടി ഒന്നല്ലല്ലോ, ഇതിന് മുമ്പേ അവർ ചെയ്തിട്ടുള്ളതാണ്. നോ വേ ഹോമിൽ ടോം ഹോളണ്ട് ആ ഒരു ലിസാഡിൻ്റെയും സാൻഡ്മാൻ്റെയും ഇലക്ട്രോയുടെ അടുത്തേക്ക് ഒറ്റയ്ക്ക് ചാടി വരുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് അടിയിൽ ടോബിനെയും ആൻഡ്രൂവിനെയും നൈസായിട്ട് മാച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ആ ഒരു ലിസാഡ് എയറി വെച്ച് ചുമ്മാ അടി വാങ്ങുന്ന രീതിയിലാണ് കാണിച്ചിട്ടുണ്ടാവുക. ആൾക്കാർ അന്നേ അതിനെ നല്ല രീതിക്ക് ഊക്കി വിട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ്രൂവിനെ മാച്ച് കളഞ്ഞതുകൊണ്ട് പുള്ളിക്ക് എവിടെ നിന്നാണ് അടി കിട്ടുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ആ ഒരു ട്രെയിലറിൻ്റെ ആ ഒരു പോർഷൻ ഇരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സീക്വൻസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ ഒരു നിഞ്ച ഗ്രൂപ്പിൽ മോളിൽ നിൽക്കുന്ന നിഞ്ചാസ് മാത്രമേ നേരെ നമ്മുടെ സ്പൈഡർമാൻ എയിം ചെയ്ത് വരുന്നുള്ളൂ. താഴെ നിൽക്കുന്നവർ അവരെന്തിനെ നോക്കിയാണ് ഈ വെട്ടാൻ പോകുന്നത് എന്നുള്ളൊരു രീതിക്ക് നേരെയാണ് അവർ നോക്കുന്നത്. അവരെന്ത് കൊലയെങ്കിലും വെട്ടാൻ പോട്ടെ. പക്ഷെ പറയാനുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈഡർമാൻ ഡെയർ ഡെവിളിൻ്റെ കൂടെ ഹൾക്കും ഈ ഒരു സീക്വൻസിൽ വരുന്നു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. ബട്ട് ഹൾക്ക് വേഴ്സസ് നിഞ്ച എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫൈറ്റിന്റെ ആ ഒരു ഡയമെൻഷൻ തന്നെ അങ്ങ് ശരിയാവുന്നില്ല. അതും സാവേജ് ഹൾക്കാണ് പടത്തിൽ വരാൻ പോകുന്നതെന്നാണ് കേട്ട് കേൾവി. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു നിഞ്ച ഗ്രൂപ്പ് അവരുടെ നിഞ്ച പരിപാടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഹൾക്ക് എല്ലാത്തിനെയും അറഞ്ഞ എടുത്തിട്ട് അടിച്ചിട്ട് പോകുന്നുള്ള രീതിക്കാണ് ഹൾക്ക് നിൽക്കുന്നത്. സോ ആ ഒരു രീതിക്ക് അവിടെ ഹൾക്ക് ആവാൻ ചാൻസ് ഇല്ല. പിന്നെ സ്ലോട്ട് ഉള്ളത് പണിഷറിനാണ്. പക്ഷെ പണിഷറിനെ ഓൾറെഡി ട്രെയിലറിൽ കാണിച്ചതാണ്. സോ അതുകൊണ്ട് അവസാനം പണിഷറിനെ അവർക്ക് പ്രത്യേകിച്ച് മാച്ച് കളയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. സോ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഈ ഒരു സീക്വൻസിൽ ഡെയർ ഡെവിളും സ്പൈഡർമാനും മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ്. ഇവിടെ രണ്ടുപേർക്ക് സ്കെച്ച് ചെയ്ത് വീഴ്ത്താൻ പറ്റുന്ന നിഞ്ച ടീമേ അവിടെ ഉള്ളൂ. സോ ഡെയർ ഡെവിൾ ആൻഡ് സ്പൈഡർമാൻ കൈ കോർത്തുകൊണ്ടുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ആയിരിക്കും അവിടെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. വേറൊരു തിയറി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നിഞ്ച ടീം അല്ലെങ്കിൽ ഈ ഒരു ഹാൻഡിന്റെ ടീം അവിടെ എത്തിയിരിക്കുന്നത് മെയിനായിട്ട് സ്പൈഡർമാനെ അല്ല ഡെയർ ഡെവിളിനെ ടാർഗറ്റ് ചെയ്തിട്ടാണെന്നുള്ളൊരു കാര്യമാണ്. ഈ ഒരു തിയറിയും ചുമ്മാ അങ്ങ് ചിരിച്ചു പുച്ഛിച്ച് തള്ളാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഡെയർ ഡെവിൾ ബോൺ അഗെയിനിലോട്ട് നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് ക്ഷണിക്കുകയാണ്. കാരണം ബോൺ അഗെയിനിൽ നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു സീരീസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ചെറിയൊരു സ്പോയിലറാണ് കേട്ടോ. സോ സീസൺ 2 ഫസ്റ്റത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഓടിപ്പോയത് കണ്ടേച്ച് വന്നിട്ട് ഈ ഒരു വീഡിയോ തുടർന്ന് കാണുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. സ്പോയിലർ അലർട്ട്. സംഭവം ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ്റെ സീസൺ 2 തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും ഡെയർ ഡെവിളിന് ആ ഒരു ബ്ലാക്ക് സ്യൂട്ട് കിട്ടുന്നത് കിടിലിനൊരു സീക്വൻസ് ആയിരുന്നു കേട്ടോ. സോ ഈ ഒരു ബ്ലാക്ക് സ്യൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമിക്സ്
കോമിക്സിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു ബ്ലാക്ക് സ്യൂട്ട് കിട്ടിയതിന് ശേഷം ഡെയർ ഡെവിളിന്റെ പരിപാടികൾ അത്ര നല്ലൊരു രീതിക്കല്ല. ആ ഒരു കോമിക്സ് ഞാൻ കൃത്യമായിട്ട് വായിച്ചിട്ടില്ല. ബട്ട് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ആ ഒരു ഹാൻഡിന്റെ നേതൃത്വത്തിലുള്ള നിഞ്ച ടീംസ് ഡെയർ ഡെവിളിന്റെ മേലുള്ള ആ ഒരു കൺട്രോൾ എടുത്തിട്ട് ഡെയർ ഡെവിളിനെ ഭയങ്കര ഒരു വില്ലൻ മോഡിലോട്ട് പുഷ് ചെയ്യുന്ന രീതിക്കാണ് ആ ഒരു സ്റ്റോറി പോകുന്നതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. സോ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ബ്ലാക്ക് സ്യൂട്ട് ഇട്ട് ഡെയർ ഡെവിൾ നേരെ നിഞ്ച ടീമുമായിട്ട് കണക്ട് ആവുന്നുണ്ട്. നിഞ്ച ടീം നേരെ ബ്രാൻഡ് ന്യൂ ഡേയിൽ വരുന്നുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ ഓഫ് കോഴ്സ് ബ്രാൻഡ് ന്യൂ ഡേയിൽ നമ്മുടെ ഡെയർ ഡെവിളും കണക്ട് ആവേണ്ടതാണ്. കോമിക്സിൽ കാണിക്കുന്ന പരിപാടി അതുപോലെ തന്നെ അഡാപ്റ്റ് ചെയ്ത് വെച്ചില്ല എന്നാൽ പോലും ഒരു ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും ഡെയർ ഡെവിളിന്റെ ഒരു മൈൻഡ് കൺട്രോൾ പരിപാടികളൊക്കെ ചെയ്തിട്ട് ഇതിൽ ഓൾറെഡി ഒരു ബ്രാൻഡ് ന്യൂ ഡേയിൽ മൈൻഡ് കൺട്രോൾ പരിപാടികളൊക്കെ വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. സോ അങ്ങനെ സ്പൈഡർമാൻ വേഴ്സസ് ഡെയർ ഡെവിളും ഒന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ചിലപ്പോൾ സംഭവിച്ചേക്കാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ ഒരു ക്രോസ് ഓവർ വന്നു കഴിഞ്ഞാൽ നല്ല രീതിക്ക് കാണാനൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന രണ്ട് ക്യാരക്ടേഴ്സാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് സൂപ്പർ ഹീറോസ് ആണ് ഡെയർ ഡെവിളും പിന്നെ ഓഫ് കോഴ്സ് സ്പൈഡർമാനും. സോ വന്നു കഴിഞ്ഞാൽ നൈസ് ആയിരിക്കും. ബോണഗിന്റെ എൻഡിങ് സീസണിൽ സ്പൈഡർമാൻ്റെ ഒരു ക്യാമിയോ ഉണ്ടെന്നുള്ള സ്ട്രോങ് റൂമേഴ്സ് ഒരു വശത്തുകൂടെ ഉണ്ട് എന്നാൽ പോലും അതിനുള്ള ചാൻസസ് ഭയങ്കര കുറവാണെന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. കാരണം സോണിയാണ് അവരങ്ങനെ സീരീസിലൊന്നും സ്പൈഡർമാനെ ഈവൻ സ്പൈഡർമാൻ എന്ന് പറഞ്ഞുള്ള ഒരു പേര് പോലും ഉപയോഗിക്കാനായിട്ട് അവർ സമ്മതിക്കത്തില്ല. പക്ഷേ ജസ്റ്റ് സ്പൈഡർമാനെ വെച്ചിട്ട് ബോണഗൈൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്നതിനേക്കാൾ ഉപരി ഈ ഒരു കണ്ടന്റിന് അല്ലെങ്കിൽ ബ്രാൻഡ് ന്യൂ ഡേ എന്നുള്ള ഒരു പടത്തിന് ലീഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്പൈഡർമാൻ്റെ ഒരു ആവശ്യമുണ്ട് എന്നുള്ള രീതിക്കൊക്കെ സോണീനെ ഒന്ന് കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ക്യാമിയോ കിട്ടിയേക്കാം. ഡേ ഫുള്ളായിട്ട് കാണിച്ചിട്ടുള്ള ഒരു പ്രോപ്പർ ക്യാമിയോ ഒന്നും വേണ്ട. ജസ്റ്റ് ഒരു ഷെയ്ഡ് പോലെയെങ്കിലും സ്പൈഡർമാൻ ഒന്ന് കാണിച്ചാൽ തന്നെ ഗൂസ് ബംസ് ആയിരിക്കും. സോ കണ്ടു നോക്കാം. ഇപ്പം തന്നെ ഒരു ക്ലിഫ് ഹാങ്ങറിലാണ് കൊണ്ട് നിർത്തിയേക്കുന്നത്. അടുത്ത ആഴ്ച ആണെങ്കിൽ 2 എപ്പിസോഡ് വരാനുണ്ട്. ആൻഡ് മറ്റൊരു സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനത്തെ എപ്പിസോഡിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ പണിഷറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സീരീസ് വരുന്നുണ്ട്. സീരീസ് അല്ല, ഒരു സ്പെഷ്യൽ പ്രസന്റേഷൻ ആണ് പണിഷർ 1 ലാസ്റ്റ് കിൽ എന്ന് പറഞ്ഞിട്ട്. സോ അതും നോക്കി കഴിഞ്ഞാൽ നേരെ നമ്മുടെ ബ്രാൻഡ് ന്യൂ ഡേ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. സോ ബ്രാൻഡ് ന്യൂ ഡേ കാണാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ കണ്ടിരിക്കേണ്ടി വരും. ബട്ട് ഓഫ് കോഴ്സ് ഫോർസേക്ക് അത് കാണേണ്ടതുകൊണ്ട് ഇത് കാണണം എന്നുള്ളൊരു രീതിക്കൊന്നും നിങ്ങൾ അങ്ങനെ വിഷമിച്ചത് കാണേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതിൽ തന്നെ നൈസാണ്. ഡെയർ ഡെവിൾ ബോണഗിൻ്റെ ഇപ്പോൾ സീസൺ 2 ആണെങ്കിലും നൈസായിട്ട് തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സീരീസ് എന്ന നിലയ്ക്ക് തന്നെ നിങ്ങൾക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാം. സോ ഇതിനോടൊക്കെ നിങ്ങൾ ട്രെയിലറിൽ ഒരുപാട് വട്ടം റിപ്പീറ്റ് അടിച്ച് കണ്ട് രോമാഞ്ച കുഞ്ചിതരായ ആ ഒരു സീക്വൻസിൽ സ്പൈഡർമാനോടൊപ്പം എന്തായാലും ഡെയർ ഡെവിൾ ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. നോക്കാം. സോ നിങ്ങൾക്ക് ആ ഒരു സീക്വൻസ് കണ്ടിട്ട് എന്താണ് തോന്നിയത്? അവിടെ ഡെയർ ഡെവിൾ ആണോ വേറെ ആരെങ്കിലും ആണോ അതോ നേരത്തെ പറഞ്ഞ കൂട്ടി സ്പൈഡർമാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതാണോ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ തിയറികളും പരിപാടികളും ബോണഗൈൻ സീരീസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ഏതൊരു രീതിക്ക് നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്നതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.